സുജു, പത്തനംതിട്ടയിൽ ഏത് കൗണ്ടിംഗ് സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത്? അവിടെ എങ്ങനെയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്? വിവിധ ഗേറ്റുകളിൽ കൗണ്ടിംഗ് ഏജന്റുമാരെയും ജീവനക്കാരെയും പ്രിയ കൗണ്ടിംഗ് ഏജന്റുമാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാണ്. ചെന്നീർക്കര ITI കൗണ്ടിംഗ് സ്റ്റേഷന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പത്തനംതിട്ടയെ സംബന്ധിച്ചോളം ഇടതുമുന്നണി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത്തവണ. കഴിഞ്ഞ 3 തവണ മണ്ഡല രൂപീകരണത്തിന് ശേഷം ആന്റണി തന്നെയായിരുന്നു പത്തനംതിട്ടയെ പ്രതിനിധീകരിച്ചത്. എന്നാൽ ഇത്തവണ തോമസ് ഐസക്കിലൂടെ പത്തനംതിട്ട തിരിച്ചുപിടിക്കാമെന്ന അല്ലെങ്കിൽ ചെങ്കോടി പറിക്കാമെന്ന വലിയ കണക്കൂട്ടലാണ് ഇടതുമുന്നണിക്കുള്ളത്. അതിനായി അവർ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനമായി ഇത്തവണയുണ്ടായിരുന്ന പോളിംഗ് കുറവ്, അതായത് 73% 2019 ഇത്തവണ 63% കുറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമാക്കി മാറ്റും എന്ന കണക്കൂട്ടലാണ്. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കിഫ്ബി വികസന പദ്ധതികൾ തന്നെയായിരുന്നു. ആ കിഫ്ബി വികസന പദ്ധതികൾ ഇത്തവണ ഗുണം ചെയ്യും. അങ്ങനെ പ്രചരണത്തിലുടനീളം വലിയ മുന്നേറ്റമായിരുന്നു LDF കാഴ്ചവെച്ചത്. അത് തെരഞ്ഞെടുപ്പ് ഫലത്തെയും സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്കൂട്ടൽ. മുഴുവൻ 18 റൗണ്ടാണ് ഈ പത്തനംതിട്ട മണ്ഡലത്തിലുള്ളത്. അതിലേറ്റവും കൂടുതൽ റൗണ്ടുള്ള ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഒട്ടുമിക്കതും 15 റൗണ്ടോടെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. പത്തനംതിട്ടയിലെ പോളിംഗ് കൗണ്ടിംഗ് 8 മണിയോടെ തന്നെ കൃത്യം ആരംഭിക്കും. പ്രിയ.